ആകാശഭൂമികൾ പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നത് എന്താണ്? എല്ലാ സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ആ ദുആ കാണാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. സഹോദരങ്ങളെ, വല്ലാത്ത അർത്ഥമുള്ള ദുആയ. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നു, നാളെ എന്റെ അവസ്ഥ എന്തെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇന്ന് പ്രസംഗം വെച്ച സംഘാടകരുടെ നാളത്തെ അവസ്ഥ എന്തെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. എന്നെ കേൾക്കാൻ വേണ്ടി ആവേശത്തോടെ ഒരുമിച്ച് കൂടിയ എന്റെ ആണുങ്ങളെ, നിങ്ങളുടെ നാളത്തെ അവസ്ഥ എന്തെന്ന് പറയാൻ കഴിയില്ല. എന്നെ കേൾക്കാൻ വേണ്ടി പുറകിൽ ഒരുമിച്ച് കൂടിയ ഇടതുഭാഗത്തെ തടിച്ചുകൂടിയ സ്ത്രീ സമൂഹത്തോട് പറയുകയാ, നാളെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈമാനുള്ളവനായി തന്നെ തുടരുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, പടച്ചവനെ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. മുഖല്ലിബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്ന തമ്പുരാൻ, ഖൽബ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്നത്. ഒരുപക്ഷേ ഖൽബ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും മാറാനും സാധ്യതയുള്ളത് കൊണ്ടാണ് ആ അവയവത്തിന് അങ്ങനെ തന്നെ പേര് വന്നത്. ഒരു നിമിഷം എനിക്ക് നിങ്ങളോട് സ്നേഹം കാണും, അടുത്ത നിമിഷം നിങ്ങളോട് എനിക്ക് പകയായിരിക്കും. ഒരു നിമിഷം നിങ്ങളോട് എനിക്ക് താല്പര്യമായിരിക്കും, അടുത്ത നിമിഷം എനിക്ക് നിങ്ങളോട് വെറുപ്പായിരിക്കും. ഇത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രത്യേകതയാ. ഒന്നും രീതിയിൽ അടുത്ത രീതിയിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് പേര് വന്നത് ഖൽബെന്ന്. ആ ഖൽബിനെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ അടിയുറച്ച് നിർത്തണേ തമ്പുരാനെ, ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. ഹൃദയപ്പൊരിക്കലിച്ച് വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. ഇത് പറയാനുള്ള കാരണം എന്തെന്നറിയോ? മറ്റൊരു ഹദീസിൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ ഹദീസ് നമ്മെ ഭയപ്പെടേണ്ടതാണ്. ആ ഹദീസുകൾ നമ്മെ വല്ലാതെ പേടിപ്പിക്കുകയാ. ആ ഹദീസിന്റെ ആശയം മനസ്സിലാക്കുന്ന ഒരാൾ നെഞ്ച് പൊട്ടിയിട്ടല്ലാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. ഈ ഹദീസ് മനസ്സിലാക്കിയ ഒരാൾ, ഈ ഹദീസ് ആശയം സമ്പന്നമായ നിലയിൽ മനസ്സിലാക്കുന്ന ഒരാൾ പാതിരാത്രി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞാലും അവരുടെ ആ ഒരു സങ്കടം തീരൂല. എന്താണ് റസൂലുള്ള പറഞ്ഞതെന്നറിയോ? ഇന്നൽ ഖുലൂബ ബൈന അസ്ബഅൈനി മിൻ അസാബിഇല്ലാ. അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണത്രേ, അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണത്രേ ഓരോ മനുഷ്യന്റെയും ഹൃദയമുള്ളത്. യുഖല്ലിബുഹാ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മറിച്ചുകൊണ്ടിരിക്കുമത്രേ. അല്ലാഹു ഹൃദയത്തെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമത്രേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഭയപ്പെടണ്ടേ. നമ്മുടെ ഈമാൻ അല്ലാഹു നൽകി ആദരിച്ചതിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. കണ്ടിട്ടില്ലേ, ആദ്യമൊക്കെ വലിയ ഇബാദത്തിലായി കഴിയുന്ന ആളുകൾ പിന്നീട് കള്ളിനും കഞ്ചാവിനും അടിമയായി പോകുന്നത് കണ്ടിട്ടില്ലേ? പെണ്ണിനും മദിരാശിക്കും അടിമയായി പോകുന്നത് കണ്ടിട്ടില്ലേ? എന്തിന്റെ പേരിലാണ്? അവിടെ ഹൃദയത്തെ അല്ലാഹു മാറ്റിമറിച്ചതിന്റെ പേരിലാ. ഹൃദയം എപ്പോഴാണ് അല്ലാഹു മാറ്റിമറിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല മുസ്ലിമേ. ഈമാനോടെ മരിക്കാ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ കാഫിറായിട്ട് നാളെ ചത്തുപോകേണ്ട അവസ്ഥ വന്നു പോയാൽ എന്റെയും നിങ്ങളുടെയും പരലോകത്തിന്റെ കാര്യം കഷ്ടമല്ലേ, കഷ്ടമല്ലേ? അങ്ങനെ പരലോക കഷ്ടമാകുന്നൊരുത്തന്റെ അവിടത്തെ ജീവിതം നഷ്ടമല്ലേ? ചിന്തിച്ചു നോക്കും മുസ്ലിമേ. ഏതവസരത്തിലും നമ്മുടെ ഈമാൻ അല്ലാഹു തആല മറിച്ച് കുഫ്രിയത്തിലേക്ക് ആക്കാതിരിക്കാൻ ആത്മാർത്ഥമായി ദുആരക്കുക. അങ്ങനെ ആകാതിരിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ പേരാണ് ഇസ്തിഖാമത്ത്. അതാണ് ഏത് സമയത്തും എന്റെയും നിങ്ങളുടെയും ഹബീബ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, വിരലുകളുടെ ഇടയിൽ ഓരോരുത്തരുടെ ഹൃദയം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന അല്ലാഹ്. അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്. ഇതേത് സമയത്തും നമ്മൾ എഴുതി വെച്ച് പഠിക്കണേ സഹോദരങ്ങളെ. ഇവിടെ കോടികൾ
കോടികളുണ്ടായിട്ട് കാര്യമില്ല, ലക്ഷങ്ങളുണ്ടായിട്ട് കാര്യമില്ല, ഇവിടെ അധികാരം കിട്ടിയിട്ട് കാര്യമില്ല, ഇവിടെ ഏതെങ്കിലും പദവി കിട്ടിയിട്ട് കാര്യമില്ല. ഈമാൻ തെറ്റിപ്പോയാ നാളെ കത്തിയാളുന്ന നരകത്തിന്റെ കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടും മുസ്ലിമേ. അതുകൊണ്ട് ഇവിടത്തെ ജീവിതം നമുക്കൊരു ജീവിതമല്ല. ഈമാൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇസ്തിഖാമത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാവുക. ഇതെന്റെയും നിങ്ങളുടെയും ഹബീബ് നമുക്ക് മാതൃക കാണിച്ചു തന്നതാ. ഒരവസരത്തിൽ ഹബീബ് തന്നെ പറഞ്ഞതെന്താണ്? പടച്ചവൻ ഇന്നലെ രാത്രി എന്റെ അടുക്കൽ വന്നു, ഇന്നലെ രാത്രി എന്റെ അടുക്കൽ എന്റെ അള്ള വന്നു. ഇതാരാ പറയുന്നത്? കാരുണ്യത്തിന്റെ നിറകുടമായ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. തമാശയ്ക്ക് പോലും ആ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടു ചലിപ്പിച്ചുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല. ആകാശലോകത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹു അറിയിക്കാത്ത സന്ദേശമൊന്നും ഇന്ന് വരെ ലോകത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? എനിക്കറിയില്ല, ഞാൻ ജിബ്രീൽ വന്ന് ചോദിച്ചിട്ട് പറയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരട്ടെ, എന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രതീകമേ. ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ അറിയിപ്പ് ലഭിക്കാൻ ഒരക്ഷരം പോലും പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്, താനില്ലയിലെത്ത റബ്ബീ, ഇന്നലെ രാത്രി എന്റെ റബ്ബന്റെ അടുക്കൽ വന്നു. എന്തൊരഴകായ എന്റെ പടച്ചവനെ കാണാ, എന്തൊരു സൗന്ദര്യമായ എന്റെ റബ്ബിനെ കാണാ, എന്തൊരു സൗരഭ്യമായ എന്റെ പടച്ചവനെ കാണാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, എന്റെ പ്രവാചകരെ, എന്റെ ഹബീബേ, എന്റെ മുഹമ്മദേ, സ്തുതിക്കപ്പെട്ട എന്റെ ദാസാ, ഇദാ സ്വല്ലൈത, നമസ്കാരം പൂർത്തിയാക്കിയാൽ ഓരോ നമസ്കാരം കഴിയുമ്പോൾ ഫഖുൽ, അങ്ങ് ദുആരക്കണേ നബിയേ. എന്താ ദുആരക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാ വതർകൽ മുൻകറാ വഹുബ്ബൽ മസാകീൻ വഅൻ തഗ്ഫിറ ലീ വതർഹമനി വതതൂബ അലയ്യ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂൻ. ഈ നീണ്ട പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവാ. അതിരാപ്പിട നിശബ്ദതയിൽ തന്റെ ഉറക്കത്തിലേക്ക് കടന്നുവന്ന് ഏറ്റവും മനോഹരമായ കോലത്തിൽ കടന്നുവന്ന് അല്ല തന്നെ പഠിപ്പിച്ചു കൊടുത്തു, നബിയെ, നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് പൊടിയും തട്ടിക്കെട്ടി എഴുന്നേറ്റോടലല്ല. ഇന്ന് ബിദഈ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമസ്കാരം കഴിഞ്ഞ് പൊടിയും തട്ടിയിട്ട് എന്നെ കൊണ്ട് ഇനിയുള്ളത് പറ്റൂല, ഇനിയുള്ളത് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ഇത്രയും ചെയ്തില്ലേ, എനിക്ക് ഇനി ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് പൊടിയും തട്ടിയിട്ട് എഴുന്നേറ്റ് പോകലല്ല. അവിടെ ഇരിക്കുക, എന്നിട്ട് രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുക, എന്നിട്ട് സർവാധിപതിയായ സർവേശ്വരനായ സർവഗുണ സമ്പൂർണനായ സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവായ സർവലോകത്തിന്റെയും അധിപനായ അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടുക. എന്നിട്ട് ദ്വാരക്കണമെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അല്ലാഹുവേ, നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഏത് നല്ല പ്രവൃത്തിയും ചെയ്യാൻ എനിക്ക് തൗഫീഖ് താ അല്ലാഹ്. വതർകൽ മുൻകറാ, ഏത് നീചമായ കാര്യത്തെയും ഒഴിവാക്കാനും എനിക്ക് തൗഫീഖ് താ അല്ലാഹ്. വഹബ്ബൽ മസാകീൻ, പ്രമാണിമാരോടുള്ള സ്നേഹമല്ല, കാശുകാരന്റെ കീശയിലെ കാശ് കണ്ടിട്ടുള്ള സ്നേഹമല്ല, പ്രായം പണമുള്ളവരെ, പത്രാസുള്ളവനെ, സമൂഹത്തിൽ ഏറ്റവും കോടീശ്വരന്മാരെ മാത്രം നോക്കി സ്നേഹിക്കാനല്ല. സ്നേഹിക്കാൻ നബിതങ്ങൾ പറഞ്ഞത് കോടീശ്വരന്മാരെയല്ല, കോടിപതികളെയല്ല, ലക്ഷപ്രഭുക്കളെയല്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ല സ്നേഹിക്കാൻ പറഞ്ഞത് ആരെയാണ്? വഹബ്ബൽ മസാകീൻ,
നാട്ടിലെ പാവപ്പെട്ടവരുണ്ടല്ലോ, മിസ്കീന്മാരുണ്ടല്ലോ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ രാപ്പകലുകൾ തള്ളി നീക്കുന്ന പട്ടിണി പേക്കോലങ്ങളുണ്ടല്ലോ, കയറി കിടക്കാടമില്ലാത്തവരുണ്ടല്ലോ, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരുണ്ടല്ലോ, ഒരു തുണിക്ക് മറുതുണിയില്ലാത്തവരുണ്ടല്ലോ, മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവരുണ്ടല്ലോ. അവരെയാണ് സ്നേഹിക്കേണ്ടത്. അവരോടുള്ള സ്നേഹം എനിക്ക് തരണേ അല്ലാ. ചോദിക്കു നബിയേ. പിന്നെ അല്ലാഹു പഠിപ്പിച്ചത് തഗ്ഫിറലി, എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഓ തർഹമനി, എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. ഓ തതൂബ അലയ്യ, എന്റെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. ഇത്രയും പറഞ്ഞിട്ട് നബി തങ്ങളോട് അല്ലാഹു പഠിപ്പിച്ച ദുആ, നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗം അവിടെയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാ. നബിയെ അങ്ങ് ചോദിക്കണമെന്ത്? വഇദാ അറദത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂൻ. എന്താ ദുആരക്കാൻ പറഞ്ഞത്? ഈ അവസാനം പറഞ്ഞ വാചകം അർത്ഥശങ്കക്കിടയില്ലാതെ അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണേ. എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തന്നെ പറഞ്ഞു ചോദിക്കണേ. ഇദാ അറദത ബിഇബാദിക ഫിത്ന, നിന്റെ അടിമകളിൽ നീ ഒരു നാശമിറക്കിയാൽ, അല്ലാഹുവേ ആ നാശം എനിക്ക് എത്തുന്നതിന് മുമ്പ് ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂൻ, ഫിത്നയിലാക്കാതെ നീ ഞങ്ങൾ അങ്ങ് മരിപ്പിക്കണേ അല്ലാ. ഒരു നാശം നീ നിന്റെ അടിമകൾക്ക് ഇറക്കാൻ തീരുമാനിച്ചാൽ എന്നെ ആ നാശത്തിൽ നീ പെടുത്തല്ലേ തമ്പുരാനെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പൊ ഒരു പുതിയ നാശം വരാൻ പോവാ. നാളെ പാർലമെന്റിൽ പാസ്സാവോ ഇല്ലേന്ന് നാളെ സൂര്യോദയം കഴിഞ്ഞ് അസ്തമയത്തിന് മുമ്പ് നമുക്കറിയാം. എന്താണെന്നറിയോ? എന്താണ്? 21 വയസ്സ് വേണം ഒരു പെണ്ണിനെ കെട്ടിക്കണമെങ്കിൽ. പെൺകുട്ടികളെ കെട്ടിക്കുന്ന പ്രായം 21 വയസ്സാകണം. എങ്കിലേ വിവാഹം നിയമപരമായി സാധൂകരിക്കാൻ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് സാധിക്കും. നിങ്ങളൊരു നിമിഷം ചിന്തിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒന്ന് ചിന്തിക്കണം, ഒന്ന് ചിന്തിച്ചോളി. ഇവിടെ എത്ര വയസ്സിലാണ് സാധാരണ പെൺകുട്ടികളെ കെട്ടിക്കുന്നത്? 18 വയസ്സാണ്. നമ്മൾ ഏറ്റവും നല്ല മനോഹരമായി കവിതകളിലും ലേഖനങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? മധുര 17കാരി. മധുര 17കാരി അങ്ങനെയാണ് പറയുന്നത്. 17, 18, 19 വയസ്സാണ് നല്ല പ്രായം. അത് ഈ 21 വയസ്സാക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ധൃതി കൂട്ടുമ്പോ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു. അതിന്റെ അപ്പുറത്ത് 18 വയസ്സാണ് ഇവിടത്തെ പ്രായപൂർത്തിയുടെ അടയാളം, അല്ലേ? 18 വയസ്സ്. ഒരാൾക്ക് വോട്ടവകാശമുള്ളത് എത്ര വയസ്സിലാണ്? 18 വയസ്സ്. 18 വയസ്സായ ഒരു പെണ്ണും 18 വയസ്സായ ഒരു പുരുഷനും നമ്മൾ നടന്നു പോകുമ്പോ ഏതെങ്കിലും വഴിയരികിൽ അവരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു 18 വയസ്സുകാരനെയും 18 വയസ്സുകാരിയെയും നമുക്ക് നിയന്ത്രിക്കാൻ അനുവാദമില്ല. വാപ്പയാണ് കണ്ടുകൊണ്ടുവരുന്നതെങ്കിലും കോടതിയിൽ ചെന്നാൽ കോടതി ചോദിക്കും, മോളെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നീ ചെയ്തത്? അതെ സർ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കോടതി അവരെ വെറുതെ വിടും. 18 വയസ്സായ ആണിനും പെണ്ണിനും എന്തും ചെയ്യാം, കോടതി അവരെ വെറുതെ വിടും. ഇന്ത്യയുടെ നിയമം അങ്ങനെയാണ്. ഇനി 18 വയസ്സായ ഒരു പൊന്നുമോളെ ഇനിയും 2-3 കൊല്ലം നിർത്തിയിരുന്ന കാലഘട്ടം വളരെ മോശമാണ്. അതുകൊണ്ട് കെട്ടിച്ചയക്കാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പാവപ്പെട്ടൊരു വാപ്പ എവിടെന്നെങ്കിലും 5-10 പവൻ പൊന്നു വാങ്ങി പള്ളിയിലെ ഉസ്താദിനെ വന്ന് കണ്ട് നിക്കാഹിന്റെ ഡേറ്റ് എടുത്ത് 4 ആളെ വിളിച്ചുകൂട്ടി അവർക്ക് അല്പം ഭക്ഷണവും കൊടുത്തിട്ട് അനുവദനീയമായ നിലയിൽ ഈ വാപ്പ മോളെ 18 വയസ്സായ മോളെ കെട്ടിച്ചു കൊടുത്ത വാപ്പ അകത്താവും. മനസ്സിലായ? 21 വയസ്സാക്കുന്നതിന്റെ കുഴപ്പമില്ല. 18 വയസ്സായ ആണിനും പെണ്ണിനും എന്തും ചെയ്യാം, കുഴപ്പമില്ല.
18 വയസ്സായ പെണ്ണിനെ വാപ്പ അനുവദനീയമായ നിലയിൽ മതം ശാസിക്കുന്ന നിലയിൽ കല്യാണം കഴിച്ച് ഹലാലാക്കി കൊടുത്താൽ ആ വാപ്പയും മഹല്ല് ഖത്തീബും സർട്ടിഫിക്കറ്റ് കൊടുത്ത കമ്മിറ്റിക്കാരും ഒക്കെ അകത്താവും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ആകത്തുക വ്യഭിചാരത്തിന് അനുവാദം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള നിയമമാണ് വരാൻ പോകുന്ന. പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് വിവാഹപ്രായമെത്തി ആലോചിച്ച് നിൽക്കുന്ന 18 വയസ്സുള്ള പെണ്ണിന്റെ വാപ്പയും പറയുന്നത്, ഉസ്താദേ ചെക്കൻ ഗൾഫിലാണ്, അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് പെണ്ണിനെ വിളിക്കാറുണ്ട്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിക്കാഹ് കഴിപ്പിച്ച് നമുക്ക് വെച്ചാൽ അവരുടെ ഫോൺ വിളിയെങ്കിലും ഒന്ന് ഹലാലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് മക്കളെ പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിച്ച് അയക്കാൻ ധൃതി കൂട്ടുന്ന കാലഘട്ടത്തിൽ 21 വയസ്സ് വരെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പെൺമക്കളെ അവസാനം വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തന്ത്രവും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഈ ദുആ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂൻ. നാട്ടിലൊരു ഫിത്ന ഉണ്ടായി കാണാനുള്ള കഴിവ് എനിക്കില്ല റബ്ബേ, അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ. ഹബീബായ നബി തങ്ങളോട് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. കിനാവിൽ വന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാശത്തിന്റെ വക്കി. ആണുങ്ങളെ കല്യാണം കഴിക്കാം, അത് നിയമം വന്നു കഴിഞ്ഞു. പെണ്ണിനെ കല്യാണം കഴിക്കാം. ഈ ആണിനെ കല്യാണം കഴിക്കുമ്പോ എന്ത് സുഖമാണുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ എന്ത് സുഖമാണുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അല്ലാഹു തആല, അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അതൊക്കെ പറഞ്ഞ വേറൊരു വിഷയം. അതൊന്നും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് പോകും, പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരുപാട് നിയമങ്ങൾ നമുക്ക് പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതെല്ലാം? പരിശുദ്ധ ഇസ്ലാമിനോടുള്ള അവരുടെ അടങ്ങാത്ത കലിയുണ്ടല്ലോ, അവരുടെ കടിച്ചു കീറാനുള്ള ഹിംസ്ര ജന്തുവിനെ പോലെ ഇങ്ങനെ രൗദ്രതയോടെ നാവും അതുപോലെ നഖവും നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ കടിച്ചു കീറാൻ വേണ്ടി വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് പാടില്ല. ഇവിടെയാണ് നമ്മൾ ഇസ്തിഖാമത്ത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളി. 1 മണിക്കൂർ കഴിഞ്ഞു, ഇനി ആകെ 3/4 മണിക്കൂറേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചോളേ, ഒന്ന് ശ്രദ്ധിക്കും. സാധാരണ നര വരുന്നത് എപ്പോഴാണ്? പ്രായമാവും. എന്നാൽ പ്രായമാവുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് നര വരും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. എന്താണ്? നിങ്ങൾ തന്നെ പറയും. നര പെട്ടെന്ന് വന്നാൽ അതിന്റെ അടയാളം എന്താണ്? നമ്മൾ ചോദിക്കും, ടെൻഷൻ വല്ലതും അല്ലേ? ടെൻഷൻ ഉണ്ടായാൽ നര ഉണ്ടാവും. ടെൻഷൻ വന്നാൽ നര വരും. അത് ഹദീസല്ല, അത് ഖുർആന്റെ വെളിച്ചമാണ്. നിങ്ങൾ നോക്ക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 21 രോമങ്ങൾ നരച്ചിട്ടുണ്ട്. പല റിവായത്തുകൾ പലതും വരുന്നുണ്ട്. 25-നപ്പുറത്തോട്ട് പോയിട്ടില്ല. എത്ര റിവായത്ത് ഉണ്ടെങ്കിലും ഈ നര ബാധിച്ചത് എന്തുകൊണ്ടാണ്? 63 വയസ്സായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അതിന് മുമ്പ് നര ബാധിച്ചു നബി തങ്ങളുടെ താടി രോമങ്ങളിലും തലയിലെ രോമത്തിലും. എന്നിട്ട് ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്, നബി തങ്ങൾ അങ്ങ് നരച്ച് വല്ലാതെ അങ്ങ് വെളുത്തുപോയ ആളല്ല, മറിച്ച് നര ഉണ്ടെങ്കിലും നബി തങ്ങൾ എപ്പോഴും എണ്ണ തേക്കുമായിരുന്നു. ആ എണ്ണ തേച്ച് എപ്പോഴും നബി തങ്ങൾ ഇങ്ങനെ തല കോതി ചീകി ഒതുക്കുമായിരുന്നു. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ തല ചീകി ഒതുക്കുമ്പോ ഈ വെള്ള നരച്ച രോമം അടിയിൽ പോയി അതിന്റെ മുകളിൽ കറുത്ത രോമം കയറുമായിരുന്നു. അല്ലാതെ ഡൈ അടിക്കുന്നുണ്ടല്ല. ഇന്ന് 90 വയസ്സായവന് നല്ല കറുത്ത താടിയ, നല്ല മീശ കറുത്തിരിക്കുക. ചില ആളുകൾക്ക് നമ്മൾ പോകുന്ന പരിപാടികൾക്ക് വരുമ്പോ സുന്നത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ തട്ടിവിടുന്നത് കേൾക്കുമ്പോ നമ്മൾ എന്നെ സദസ്സിൽ നിന്ന് അത്ഭുതപ്പെട്ടു പോകും. ചില ആളുകൾ ബിസിനസ്സായി അല്ലാതെ ഒക്കെ ആയി. അപ്പൊ അവരെ അടുത്ത് കാണുമ്പോ നല്ല പ്രായമുണ്ട്, പക്ഷെ അവര് നരച്ചിട്ടില്ല. എന്തിനാ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നര ഹബീബായ നബിതങ്ങളെ വല്ലാതെ വെളുപ്പിച്ചില്ല. നബിതങ്ങൾ തലകോതുമ്പോൾ, എണ്ണ തേച്ചിട്ട് തലകോതുമ്പോൾ കറുത്ത മുടിയുടെ അടിയിലേക്ക് വെളുത്ത രോമങ്ങൾ ഒളിക്കുമായിരുന്നു.
ചെറിയൊരു നര ബാധിച്ചു. ആ നര ബാധിക്കാൻ കാരണം എന്താണ്? അവിടെന്ന് തന്നെ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് 2021 ഈ ഡിസംബർ മാസം 21-ാം തീയതി എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ജബൽ സയ്യിദ് എന്ന് പറയുന്ന സയ്യിദ് ജബൽ, ഈ ജബൽ മല, ഈ പറയുന്ന സയ്യിദ് മല എന്ന് പറയുന്ന ഈ സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു പുതിയ അറിവായി, അറിയാമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കതറിയാം. അറിയാമെങ്കിൽ അതൊരു ഉണർത്തലായി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഹബീബായ നബി തങ്ങൾ നരച്ചതിന്റെ പിന്നിൽ എന്താ പ്രവർത്തിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പ്രായം വന്നങ്ങ് കിളവനായതിന്റെ പേരിലല്ല. ഹബീബായ നബി തങ്ങൾ നരച്ചത് ടെൻഷൻ അടിച്ചിട്ടാ. എന്ത് ടെൻഷനായിരുന്നു റസൂലുള്ളാഹിക്ക് ബാധിച്ചത്? എന്ത് ടെൻഷനായിരുന്നു? മാനസിക വിഷമമായിരുന്നു നബി തങ്ങൾക്ക് ഉണ്ടായത്. തന്റെ മകളെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല, തന്റെ ഭാര്യമാരെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല, തന്റെ ആൺമക്കളെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല. പിന്നെ റസൂലുള്ളാഹി നരപ്പിച്ചത് എന്താ? അവിടെ തന്നെ പറഞ്ഞല്ലോ, സയ്യബത്തിനി ഹൂദ്, എന്നെ നരപ്പിച്ചത് ഹൂദ് സൂറത്താ. ഹൂദ് സൂറത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം ഇറങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ നരച്ചുപോയി സഹബാ. പിൽക്കാലത്ത് മഹാമായ ആരിഫീകൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു. ആ സമയത്ത് അവരോട് ചോദിച്ചു, ഹബീബായ നബി തങ്ങളോട് അവർ ചോദിക്കുകയാ, നബിയേ ബലഗന അന്നക ഖുൽത സയ്യബത്തിനി ഹൂദ്. ഞങ്ങൾ പഠിച്ചപ്പോൾ, ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എന്നെ ഹൂദ് എന്ന സൂറത്ത് നരപ്പിച്ചു എന്ന ഹദീസാണ്. എന്താ നബിയേ, ഏത് സൂറത്താ? അതിനകത്ത് എന്താ അങ്ങയെ നരപ്പിച്ചത്? ഖസസുൽ അംബിയാ, അംബിയാക്കളെ പറ്റിയിട്ടുള്ള ചരിത്രമാണോ? മുൻകാല പ്രവാചകന്മാർ അനുഭവിച്ച വ്യാപനകളെ സംബന്ധിച്ചാണോ അങ്ങയെ നരപ്പിച്ചത്? അവരുടെ കാലഘട്ടത്തിലെ സമുദായത്തിന്റെ നാശമാണോ അങ്ങയെ നരപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല സഹാബാ, എന്നെ നരപ്പിച്ചത് എന്തെന്നറിയോ? ആ ഹൂദ് എന്ന സൂറത്തിലെ ഒരു ആയത്താണ്. ഏതായത്താ? ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹ് കൽപ്പിച്ചതുപോലെ ഇസ്തിഖാമത്തിലാവണേ നബിയേ. അല്ലാഹുവിന്റെ കൽപ്പന പോലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണേ നബിയേ എന്ന ആയത്ത് വന്നപ്പോൾ എനിക്ക് ഇസ്തിഖാമത്ത് എന്ന് കേട്ടപ്പോ ഞാൻ നരച്ചുപോയി സഹാബാ. ആ ഇസ്തിഖാമത്തിനെ പറ്റിയ സഹോദരങ്ങളെ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത്, ഈമാനുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്, എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്തഖിം കമാ ഉമിർത, നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഇസ്തിഖാമത്തിലാകണം, അടിയുറച്ചു നിൽക്കണമെന്നല്ല പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് മുത്തുനബി മറച്ചുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചില്ലറ കാര്യമല്ല, ഗൗരവത്തോടുകൂടി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അഭിമാനിക്കുമ്പോഴും ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ ഇനി കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചിട്ട് അത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ നരപ്പിച്ച അധ്യായമാണ് സൂറത്ത് ഹൂദ്. ആ ഹൂദിലെ ഫസ്തഖിം കമാ ഉമിർത, നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ ആ ഒരു കൽപ്പന കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മരിച്ചുപോയെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. നമ്മൾ നരച്ചതിന്റെ പേരിലാണ് മക്കൾ ഒളിച്ചോടിപ്പോയി, മക്കള് കഞ്ചാവിനടിമപ്പെട്ടു പോയി, ഭാര്യ ഒളിച്ചോടിപ്പോയി. ഇതൊക്കെ ഓർത്തിട്ട് നമുക്ക് നരബാധിച്ചു അല്ലേ? അള്ളാന്റെ ഹബീബ് നരച്ച എങ്ങനെയാണ്? സൂറത്ത് ഹൂദ് ഇറങ്ങി. ആ ഹൂദിൽ ഫസ്തഖിം കമാ ഉമിർത, നബി അങ്ങയോട് കൽപ്പിച്ചതുപോലെ, അങ്ങയോട് പറയപ്പെട്ടതുപോലെ അങ്ങ് അടിയുറച്ചു നിൽക്കണമെന്ന ആയത്ത് വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നരച്ചുപോയി. കാരണം അത് ചില്ലറ കാര്യമില്ല, അത് ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് ഇത് കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈമാനിനെ ഇസ്തിഖാമത്തിലാക്കണമെന്ന ആഗ്രഹം തോന്നുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര ഗൗരവമുള്ള കാര്യമാണ്. എവിടെ പോയാലും, നിങ്ങൾ ഈ ലോകത്ത് എവിടെയൊക്കെ നമ്മൾ പോയാലും, ഏത് അധികാരിയുടെ മുമ്പിൽ പോയാലും, ഏത് കൊത്തളങ്ങളിൽ നമ്മൾ ചെന്നാലും, എവിടെയൊക്കെ നമ്മൾ പോയാലും അവിടെ ഒക്കെ നശിപ്പിക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ, ഇസ്തിഖാമത്ത്.
ചോർന്നു പോകാൻ അനുവദിക്കരുത്. അതിന്റെ പേരിൽ നമ്മൾ മരിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഷഹീദായില്ലേ, നമ്മൾ രക്തസാക്ഷിയായില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതം ഇതല്ലല്ലോ. നാളെ ആഖിറത്തിലെ സുന്ദരമായ അനന്തമായ അനശ്വരമായ ആ ജീവിതമാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതും ആഗ്രഹിക്കേണ്ടതും. ആ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ദീനിന്റെ പേരിൽ പോകേണ്ടി വന്നാൽ അതിനപ്പുറം നമുക്ക് എന്ത് നേടാനാണ്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു അടിയുറച്ച് നിന്നതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇന്നും സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബിലാൽ റളിയല്ലാഹുവിന്റെ സൗന്ദര്യം കൊണ്ടാണോ? ബിലാൽ തങ്ങളുടെ സൗന്ദര്യം കൊണ്ടാണോ നമ്മൾ ഇന്ന് സ്മരിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യമൊന്നുമില്ല. ഇങ്ങനെ പത്തിരി പോലെ ചപ്പാത്തി പോലത്തെ മൂക്കാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റേത്. ഇങ്ങനെ ചപ്പാത്തി പോലെ പരന്നിട്ടൊരു മൂക്ക്, തടിച്ച ചുണ്ട്, തടിച്ചിട്ട് ചുണ്ട് ഇങ്ങനെ തടിച്ച് കിടക്കുക, ഇങ്ങനെ സ്പ്രിങ് മോഡൽ തലമുടി, കറുത്തിട്ട് കറുത്ത് കരിവാളിച്ച മുഖമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റേത്. ഈ ബിലാൽ റളിയല്ലാഹുവിന്റെ സൗന്ദര്യത്തിന്റെ പേരിലാണോ നമ്മൾ ബഹുമാനിക്കുന്നത്? അല്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിന്റെ പട്ടാളക്കാരും മർദ്ദിക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു അഹദ്. ആ വിളി ഒന്ന് നിർത്തിയ അടിയുടെ എണ്ണം കുറയും. ഇല്ല, അദ്ദേഹം നിർത്തില്ല. കാരണം അദ്ദേഹം അതൊരു ലഹരിയായി കണ്ടു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നേടിയെടുത്ത ആ പരിശുദ്ധമായ ഇസ്തിഖാമത്ത് അധികാരിയുടെ മുമ്പിലും ഉമയ്യത്തിന്റെ പട്ടാളക്കാരുടെ മുമ്പിലും വീറോടെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നേടിയെടുത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ അധികാരിയായ ഭരണാധികാരിയാരാ? ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയാരാ? സാക്ഷാൽ ഫറോവ. ഈ ഫറോവ എന്ന് പറയുന്ന അധികാരിയുടെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സഹോദരൻ ഹാറൂൻ നബിയും അല്ലാഹു പറഞ്ഞേക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാം എന്തേ ഒറ്റയ്ക്ക് പോകാത്തതെന്നറിയോ? സംസാരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്. അതുകൊണ്ട് അതിനെ വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രസംഗം ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാറൂൻ നബിയെ കൂടി അല്ലാഹു വിട്ടുകൊടുക്കുകയാ. അങ്ങനെ ഹാറൂൻ നബിയും മൂസാ നബിയും കൂടി നേരെ പോകുന്നു എവിടെയാണ്? ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് പോവുകയാ. അവിടെ ചെല്ലുമ്പോ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ ആ രംഗം അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ പോവുക. എന്താണ് അവര് പോയി? അവിടെ ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, പണം കണ്ടിട്ട് ആളുകൾ ഫിർഔനിന്റെ കൂടെ കൂടുകയാ. മനോഹരമായ സമ്പാദ്യം കണ്ടിട്ട് ഫിർഔനോടൊപ്പം ആളുകൾ കൂടാൻ തുടങ്ങി. മൂസാ നബിയും പരിവാരവും മൂസാ നബിയും ഹാറൂൻ നബിയും പട്ടിണിയുടെ നാളുകളില്. പ്രിയപ്പെട്ടവരെ, സമ്പന്നതയുടെ മടിത്തട്ടിലിൽ, സമ്പന്നതയുടെ കളിത്തട്ടിലിൽ ആറാടുന്ന ഫിർഔനിന്റെയും അതുപോലെ ഫിർഔനിന്റെ മന്ത്രിയുടെയും മുമ്പിലേക്ക് കടന്നു ചെല്ലപ്പോ ആളുകൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചിട്ട് മൂസാ നബിയുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഫറോവയോടൊപ്പം കൂടാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞതെന്താണ്? മൂസാ നബി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, തമ്പുരാനെ, അല്ലാഹുവേ, ഈ പണം കണ്ടിട്ടാണല്ലോ ആളുകൾ പോകുന്നത്. അവന്റെ സമ്പാദ്യം മുഴുവനും നശിച്ചു കണ്ടിരുന്നെങ്കിൽ തമ്പുരാനെ, ഈ പണം മുഴുവനും നശിച്ചു പോയെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകൂല. നിന്നെ അനുസരിക്കാനും എന്നെ വിശ്വസിക്കാനും ഒരു സമൂഹം ഉണ്ടായേനെ. ആ സമയത്ത് അല്ലാഹു അതാ ദുആ സ്വീകരിച്ചു. എന്നിട്ട് മൂസാ നബിയോട് ഹാറൂൻ നബിയോടും അല്ലാഹു പറയുകയാണ്, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചു. ഫസ്തഖീമാ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇസ്തിഖാമത്തിലാവുക. വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ വഴിയെ നിങ്ങൾ പോകല്ല നബിയേ. വിവരം കെട്ടവരാണവര്, അവരെ വഴിയെ നിങ്ങൾ പോകരുത്. കൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് കടന്നു ചെന്നപ്പോഴും അല്ലാഹു പറഞ്ഞു, ഓ മൂസ നബിയേ, ഹാറൂൻ നബിയേ, ഫസ്തഖീമാ, നിങ്ങൾ രണ്ടു കൂട്ടരും ഇസ്തിഖാമത്തിലാകണം. നിങ്ങൾ
രണ്ടു കൂട്ടവരും മുസ്തഖീമീങ്ങളാകണം. അഥവാ നിങ്ങൾ നേരായ പാതയിൽ അടിയുറച്ച് ഒരിക്കലും പിന്നോട്ട് പോകാതെ അടിയുറച്ച് ചാഞ്ചല്യമില്ലാതെ ചാഞ്ചാട്ടമില്ലാതെ നിങ്ങൾ അടിയുറച്ച് നിൽക്കണമെന്ന് ഒരു പ്രവാചകനോടല്ല പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ ഒരു നിമിഷം ആലോചിച്ചു നോക്ക്. ഏത് സമ്പന്നതയുടെ മടിത്തട്ടിൽ കണ്ടാൽ, ഏത് സമ്പന്നതയുടെ ഏത് വലിയ പ്രമാണിമാരുടെ കൊട്ടാരത്തിന്റെ അഴക് കണ്ടാൽ, ലോകത്ത് എന്തെല്ലാം മഞ്ഞളിച്ച് കണ്ടാൽ, ലോകത്ത് ആരെല്ലാം ഏതെല്ലാം നിലയിൽ സഞ്ചരിക്കുന്നത് കണ്ടാൽ, കോടി ലക്ഷ പ്രമുഖളല്ല അവരുടെ സമ്പന്നതയുടെ മടിത്തട്ടിൽ ആറാടുന്നത് കണ്ടാൽ ഹൃദയത്തിൽ ഒരിക്കലും ഈമാൻ നഷ്ടപ്പെട്ടു പോകല്ലേ. ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം പട്ടിണി കിടക്കേണ്ടി വരും. ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം പട്ടിണി നമ്മളെ ഏറ്റെടുക്കേണ്ടി വരും. ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ച് പരവശരാകേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഈമാൻ ചോർന്നു പോകാൻ പാടില്ല. അടിയുറച്ച് നമ്മൾ നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് മൂസാ നബിയോട് ഹാറൂൻ നബിയോടും അല്ലാഹു പറഞ്ഞത് ഫസ്തഖീമാ, നിങ്ങൾക്ക് പട്ടിണി കൂടെ പുറപ്പാണ്, നിങ്ങൾക്ക് വിശപ്പ് കൂടെ പുറപ്പാണ്, നിങ്ങൾക്ക് ദാഹം കൂടെ പുറപ്പാണ്, നിങ്ങൾക്ക് ഒന്നുമില്ലായ്മ കൂടെ പുറപ്പാണ്. പക്ഷെ ഫിർഔൻ അങ്ങനെയല്ല. ഫിർഔന് സർവ്വ സാമ്രാജ്യങ്ങളും അവനുണ്ട്, ഖജനാവ് വിശാലമാണ്, എല്ലാം അവന് അധിപനാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇസ്തിഖാമത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയി നിങ്ങളുടെ ദീനിനെ നിങ്ങളെ പണയപ്പെടുത്തരുത് എന്ന് മൂസ നബിയോട്, വിശ്വാസികളോട്, ഹാറൂൻ നബിയോട്, അനുയായികളോട് അല്ലാഹു പറഞ്ഞെങ്കിൽ എന്റെ സഹോദര, ഭൗതികതയുടെ എല്ലാ ശീതളിമയിലും മുങ്ങിത്താണുന്നത് കാണുമ്പോ, ആളുകളെ ഭൗതികതയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണുമ്പോ, കൊട്ടാര സമാനമായ അമ്പര ചുംബികൾ കാണുമ്പോ, മാനം മുട്ട വീണ് നിൽക്കുന്ന ഗോപുരങ്ങൾ കാണുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സ് പതറാൻ പാടില്ല. അല്ലാഹുവേ, നിനക്കനുസരണയില്ലാത്ത, നിനക്ക് സുജൂദ് ചെയ്യാത്ത, നിന്നെ ധിക്കരിക്കുന്നവർക്ക് സർവ്വതും കൊടുത്തല്ല റബ്ബേ. പള്ളിയിൽ പോകുന്ന എനിക്കെന്നും അസുഖമാണ്, പള്ളിയിൽ പോകുന്ന എന്റെ പ്രിയപ്പെട്ട എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കെന്നും രോഗമാണ്, 5 നേരം നമസ്കരിക്കുന്ന ജമാഅത്തായി നമസ്കരിക്കുന്ന എന്റെ പൊന്നുമക്കൾക്ക് എന്നും ദീനമാണ്. അല്ലാഹുവേ, നീ എന്ത് പരീക്ഷണമാണ് എനിക്ക് തന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അടിപതറാതെ ഈമാനോടെ ഇസ്തിഖാമത്തോടെ നിൽക്കണമെന്ന് മഹാനായ മൂസാ നബിയോട്, ഹാറൂൻ നബിയോട് പറഞ്ഞ വാക്കിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പ്രചോദനം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു തആല പകയന്മാരെ പടച്ചോൻ പന പോലെ വളർത്തു. നിസ്കാരമില്ലാത്തവൻ അല്ലാഹു തആല അധികാരം കൊടുക്കും. നിസ്കാരമില്ലാത്തവൻ അല്ലാഹു സമ്പന്നത കൊടുക്കും. നിസ്കാരമുള്ളവനോ എന്നും പട്ടിണി. അല്ലേ, കണ്ടിട്ടില്ലേ? ഒരാൾ പറഞ്ഞു പട്ടിണി മാറും, വിശപ്പ് മാറും, വിഷമം മാറും, നിങ്ങളുടെ മക്കളുടെ രോഗമൊക്കെ മാറും, നിങ്ങൾ 5 നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ദുർബലമായ ദീനും അതിലേറെ ദുർബലമായ അയാളുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ അസുഖമുള്ളത്. ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കും, ഇവിടെ എന്നും അടി കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ്, എന്നാൽ 5 നേരം നിസ്കരിക്കുന്നത് അവരാ. നമ്മൾ തന്നെ ചിന്തിക്കടാ, 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമിന് എന്നും അടി കിട്ടുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുത്തന് ഒരു അസുഖവും ഇല്ല. അത് അങ്ങനെയാ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണത്. പകയന്മാരെ പടച്ചോൻ പന പോലെ വളർത്തും. പന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പന. ആ പന പോലെ വളർത്തും എന്ന് പറഞ്ഞാൽ ഒരു വളവുണ്ടാവൂല, ഒരു വളവുണ്ടാവൂല, ഒരു ശിഖര ഉണ്ടാവൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ചായൂല, ഒരൊറ്റ പോക്കാണ്. കുതിച്ചൊരൊറ്റ പോക്ക് കോടീശ്വരനായി മാറും. ഇത് പകയന്മാർക്ക് കൊടുക്കുന്നതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പരീക്ഷണം, എപ്പോഴും പ്രയാസം, എന്നും പട്ടിണി. എന്തിനാണ് അല്ലാഹു തരുന്നത്? ഈ തന്ന ഇസ്തിഖാമത്ത് നമുക്ക് ചോർന്നു പോകുമെന്ന് പടച്ചവന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പട്ടിണിയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നേരത്തെ ബംബ്രാണ ഉസ്താദ് പറഞ്ഞ അതേ ഷാഫി ഇമാമിന്റെ വാക്ക് തന്നെ ഞാൻ പറയാണ്, ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അന്നമുണ്ട്, ഇനി മരിച്ചു പോയാലോ നമുക്ക് മണ്ണുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലേ? ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അന്നമുണ്ട്, ഇനി കിട്ടാതെ മരിച്ചു പോയാൽ മണ്ണുറപ്പല്ലേ?
മണ്ണുറപ്പല്ലേ? ഏത് മണ്ണ്? ഇവിടെ നിന്ന് കഴിഞ്ഞവനും 6 അടി മണ്ണ് അല്ലേ? ഏറ്റവും കോടീശ്വരനായ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, അയാളെ ആരെങ്കിലും സ്വർണത്തിന്റെ ഒരു വലിയ കവർ കുഴിച്ചിട്ട് സ്വർണം കൊണ്ട് കബറുണ്ടാക്കിയിട്ട് കബറിനെ തടക്കിയിട്ടുണ്ടോ? ഇല്ല. അവനെയും ഈ പച്ച മണ്ണിൽ കൊണ്ടുവെക്കും. അവനെ പട്ടിലാരെങ്കിലും പൊതിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സാധാരണ പാവപ്പെട്ടവൻ മരിക്കുമ്പോൾ അവനെ പൊതിയുന്ന 3 വെള്ളത്തുണിയിൽ തന്നെയല്ലേ? അവനെ ആരെങ്കിലും ലോകത്തെ ഏറ്റവും വില കൂടിയ പെർഫ്യൂം കൊണ്ടിട്ട് കുളിപ്പിക്കോ? ഇല്ല. ഇവിടുത്തെ പാവപ്പെട്ടവനെ കുളിപ്പിക്കുന്ന അതേ പച്ചവെള്ളം കൊണ്ട്. എന്നാൽ അവനെ ഏതെങ്കിലും ഏറ്റവും വില കൂടിയ, ലോകത്ത് കിട്ടാവുന്നതിനപ്പുറത്ത് ഏറ്റവും വലിയ കർപ്പൂരം കൊണ്ടാണോ അവനെ കുളിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ ചേർക്കുന്നത്? അല്ല. ഇവിടെ സാധാരണ പള്ളിയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കവർ കർപ്പൂരം, അതിങ്ങനെ പൊടിച്ചിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇടുന്നു, എന്നിട്ടത് കോരി ഒഴിക്കുന്നു, 3 വെള്ളത്തുണിയിൽ പൊതിയുന്നു. സാധാരണ ഈ മഹല്ലത്തിലെ പാവപ്പെട്ടവനെ കൊണ്ടുവരുന്ന സന്തൂക്കിൽ കയറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുവരുന്നു. പണക്കാരനെ ഒരിക്കലും എവിടെയും സ്വർണ്ണ കബറിൽ അടക്കിയിട്ടു. അവനും പച്ചമണ്ണ്, നമുക്കും പച്ചമണ്ണ്. പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആവശ്യത്തിന് കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കാൻ. ഇപ്പോ വലിയ വീടൊന്നും വേണ്ട, ചെറിയ വീട് മതി. ഇനി അള്ള പൈസ എന്നാ വലിയ വീട് വെച്ചോളൂ, എനിപ്പോ എന്താ പ്രശ്നം? ചെറിയ വണ്ടി മതി, വലിയ വണ്ടിയൊന്നും വേണ്ട. ഇനി അള്ള പൈസ എന്നാ വലിയ വണ്ടി എടുത്തോ, അതിനെന്താ പ്രശ്നം? കുറഞ്ഞ വസ്ത്രം മതി, വലിയ വസ്ത്രം വാങ്ങിക്കോളി, പൈസ ഉണ്ടെങ്കിൽ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇസ്ലാമിൽ ഇത്രയേ സമ്പാദിക്കാവൂ എന്ന് ഒരിടത്ത് നിയമമില്ല. ഇത്ര രൂപ കഴിഞ്ഞാൽ പിന്നെ നീ സമ്പാദിക്കരുതെന്ന് ഇസ്ലാമിൽ ഒരു നിയമവും ഇല്ല. പക്ഷെ സമ്പാദിക്കുന്നത് ഹലാലാകണം, അതനുസരിച്ച് വിനിയോഗിക്കുകയും വേണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം. ഇല്ലേ? സമ്പാദിക്കുന്നതിന് അല്ലാഹു ലിമിറ്റ് വെച്ചോ? ഇല്ല. മുസ്ലിമിന് എപ്പോഴാണോ ഉണ്ടാക്കാം, ലോകം മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലൊന്നും ഒരു പ്രശ്നമല്ല. ഉണ്ടാക്കുന്നത് അനുവദനീയമായ മാർഗത്തിലാകണം, ചെലവ് ചെയ്യുകയും വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്? ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചു, രാവിലെയും ഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് കുട്ടിക്കൊരു അസുഖം വന്നപ്പോ ആശുപത്രി കൊണ്ടുപോയി, അതിനും പൈസ ഉണ്ടായിരുന്നു. നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടാ വന്ന, നിങ്ങളെ കെട്ടിയോളപ്പുറത്തിരിപ്പുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കുട്ടിയോളും വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അല്ലേ? ഇനി നിങ്ങൾ പോകുമ്പോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകണം, അതിന് നിങ്ങളെ കയ്യിൽ പൈസ. ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ വീട്ടിലിരിക്കുന്ന പൈസ ഇതുപോലത്തെ വെള്ള പേപ്പറല്ലേ, ഇതുപോലത്തെ പേപ്പറല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അത് തിന്നാൻ പറ്റുമോ? അത് കുടിക്കാൻ പറ്റുമോ? അത് ഉടുക്കാൻ പറ്റുമോ? ഒന്നുമില്ല. അത് വെറും കറൻസിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് വിനിയോഗിക്കാം. അപ്പൊ ആവശ്യത്തിന് അപ്പുറത്തിരിക്കുന്ന ഒക്കെ വെറും ഒരു പേപ്പറിന്റെ വിലയല്ലേ ഉള്ളൂ. ഇത് നമുക്കില്ല, കോടീശ്വരന്മാർക്ക് അതുണ്ട്. ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. നമുക്കൊരു ആവശ്യം വന്നപ്പോ പൈസ ഇല്ല, അപ്പോഴാണ് പൈസയുടെ ബുദ്ധിമുട്ടുള്ളത്. ആ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ നിന്നൊക്കെ തിരിക്കുന്നു, മറിക്കുന്നു. ഞാനിപ്പോ ബഹുമാനപ്പെട്ട സയ്യിദിന് പൈസ എടുക്കാണ്ടിരിക്കട്ടെ, ഒരു 500 രൂപ കൊടുക്കാണ്ട്. അദ്ദേഹം നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ആളുകൾക്ക് 500 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അവർ എനിക്കും തരാനുണ്ടായിരുന്നു 500 രൂപ. ഈ ലൈറ്റ് പിന്നെ സൗണ്ട്സ്. അപ്പൊ ഞാൻ തങ്ങൾക്ക് കൊടുക്കാണ്ടായിരുന്നു 500, തങ്ങള് അവർക്ക് കൊടുക്കാണ്ടായിരുന്നു, അവരെനിക്ക് തരാനുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ തങ്ങളോട് പറഞ്ഞാൽ തങ്ങളെ പൊരുത്തപ്പെടില്ല. നിങ്ങൾ പൊരുത്തപ്പെടി തങ്ങളെ നോക്കില്ല. കാരണം എന്താ? അത് കൊടുക്കണ ഹക്കാണ്. മൈക്ക് സെറ്റാറോട് തങ്ങള് പറഞ്ഞു നിങ്ങൾ 500 പൊരുത്തപ്പെട്ടേക്കും. ഇല്ല, പൊരുത്തപ്പെടില്ല, തന്നേ പറ്റും. അവരെന്നോട് പറഞ്ഞു ഉസ്താദ് 500 പൊരുത്തപ്പെടും. ഞാനും പറഞ്ഞു പറ്റില്ല, തന്നേ പറ്റുള്ളൂ. എന്നാൽ നിങ്ങളെന്ന് ആലോചിച്ച്, ഈ പൈസ എന്റെ പോക്കറ്റിൽ 500 രൂപ ഞാൻ എടുത്ത് തങ്ങളെ കൊടുത്തു. ഞാനും തങ്ങളും തമ്മിലുള്ള ബാധ്യത കഴിഞ്ഞു. ആ 500 രൂപ വാങ്ങിയിട്ട് നേരെ മൈക്ക് സെറ്റുകാരന്റെ തങ്ങളെ കൊടുത്തു. അവർ തമ്മിലുള്ള ആ ബാധ്യതയും കഴിഞ്ഞു. അവരത് തന്നെ കൊണ്ട് നേരെ എന്റെ കയ്യിൽ തന്നു. അപ്പൊ നമ്മൾ തമ്മിലുള്ള ബാധ്യതയും കഴിഞ്ഞു. 10-15 സെക്കൻഡിന് മുമ്പ് ഇതേ പൈസ എന്റെ പോക്കറ്റിൽ ഇരുന്നപ്പോ ഞാനും അദ്ദേഹം തമ്മിലുള്ള ബാധ്യത ഉണ്ടായിരുന്നു. അവരും മൈക്ക് സെറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട്സും തമ്മിലുള്ള ബാധ്യത ഉണ്ടായിരുന്നു. ഞാനും തമ്മിലുള്ള ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്ന് കറങ്ങി വന്നപ്പോഴേക്ക് ബാധ്യത വീടി. പൈസ കറക്റ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ വന്നപ്പോ സ്റ്റേജിൽ കയറിയപ്പോഴുള്ള അതേ അവസ്ഥ തന്നെ പോകുമ്പോഴും എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ട്. ഇതിനിടയിൽ ഇത് 2-3 പേരുടെ കയ്യിലൂടെ കറങ്ങി വന്നപ്പോ സകല ബാധ്യതകളും കഴിഞ്ഞു. ഇത്രയുള്ള ഈ പൈസ.
ഇത്രയേ ഉള്ളൂ. ഇത് അള്ളാഹു നമുക്ക് തന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? എപ്പോഴും ദ്വാരക്കണം. ഒരു കോടീശ്വരന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ട ഗതികേട് വരുത്തല്ലേ തമ്പുരാനെ. മഹാന്മാരായ ആരിഫീങ്ങളിൽ ഒരു പ്രധാനിയായ പ്രമുഖനായ ഒരു മനുഷ്യന്റെ മുമ്പിലൂടെ ഒരു പണക്കാരൻ നടന്നുപോയി. അയാളുടെ കീറിപ്പറഞ്ഞ വേഷം കണ്ടപ്പോൾ ഈ സമ്പന്നൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ എന്റെ അധികാരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു പട്ടിണി പേക്കോലമോ ഇങ്ങനെ ഒരു പാവപ്പെട്ടവനുണ്ടോ? അതുകൊണ്ട് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എടോ, ഞാൻ എന്റെ റബ്ബിനോട് പോലും ചോദിച്ചിട്ടില്ല ദുനിയാവ് തരാൻ, പിന്നെയാണോ മഖ്ലൂഖായ നിന്നോട് ചോദിക്കാൻ? എന്റെ ഖാലിഖായ റബ്ബിനോട് പോലും ഞാൻ എനിക്ക് ദുനിയാവ് വേണോന്ന് പറഞ്ഞിട്ടില്ല, പിന്നെയാണോ മഖ്ലൂഖായ നിന്നോട് എനിക്ക് ദുനിയാവ് വേണോന്ന് പറയാൻ? എനിക്കതിന്റെ ആവശ്യമില്ല മോനെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കൂ, അതാ ഷാഫി ഇമാം പറഞ്ഞത്, ജീവിക്കുകയാണെങ്കിൽ അന്നമുണ്ട്, ഇനി കിട്ടാതെ മരിച്ചാൽ ഈ മഹല്ലത്തിൽ നിനക്ക് മണ്ണുറപ്പാണ്, വിഷമിക്കണ്ട. ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ഇസ്തിഖാമത്തിൽ നിന്ന് പിന്നോട്ട് പോകണ്ട. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, ഫസ്തഖീമാ, നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോണ്ട ഇസ്തിഖാമത്ത് വേണം നബിയേ, അടിയുറച്ചു നിൽക്കണം നബിയേ. അവരക്രമിച്ചാലും അവരെ എന്ത് ചെയ്താലും അതെല്ലാം തന്റെ ഇടത്തോടെ സ്വീകരിച്ചുകൊണ്ട് നബിയേ അങ്ങ് ഉറച്ചു നിൽക്കണേ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, കാത്തു സൂക്ഷിക്കണം. ഈ പരിശുദ്ധമായ ഇസ്തിഖാമത്ത് എവിടം വരെയെന്നറിയോ? എവിടം വരെയാണ്? ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി വരികയാണ്. ഇബ്രാഹിം നബിയോട്, നൂഹ് നബിയോട്, മൂസ നബിയോട്, ഈസ നബിയോട്, അഷ്റഫുൽ ഖൽഖിനോട് അല്ലാഹു പറഞ്ഞത് അത് തന്നെയാണ് നമുക്കും അല്ലാഹു നിയമമാക്കിയത്. അത് ദീനനുസരിച്ച് അടിയുറച്ച് നിൽക്കലാണെങ്കിൽ ആ അവസ്ഥ ഏതുവരെ തുടരണമെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു പറയുകയാ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായൊരു കാര്യം നിങ്ങൾക്ക് വരുന്നത് വരെ അത് തുടരണേ മുസ്ലിമേ. ഉറപ്പായ കാര്യമേതാണ്? ഉറപ്പുള്ള കാര്യമേതാണ്? വഅദിന് വരുന്നത് ഉറപ്പുള്ള കാര്യമാണോ? അല്ല. 6 വർഷം മുമ്പ് ഞാൻ ഇതേ വേദിയിൽ വരാമെന്നേറ്റിരുന്നു, പക്ഷെ വരാൻ കഴിഞ്ഞില്ല. ഞാനൊരു സുഹൃത്തിനെയാണ് വിട്ടത്. സഹോദരങ്ങളെ, 6 കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസംഗിക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നു. എന്നാ സഹോദരങ്ങളെ, അടുത്ത വർഷം വരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആർക്കാ ഉറപ്പുള്ളത്? നാളെ ഞാൻ പ്രസംഗിക്കേണ്ട തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന പ്രദേശത്താണ്, മലയോര ഗ്രാമത്തിലാണ്. പക്ഷെ ഞാൻ അവിടെ എത്തുമോ എനിക്കറിയില്ല. അള്ളാഹു എനിക്ക് ആയുസ് നീട്ടി തന്നാൽ, അവന് തൗഫീഖ് തന്നാൽ അവിടെ എത്തുമെന്നല്ലാതെ എനിക്കെന്തു പറയാനാ? സഹോദരങ്ങളെ, ഉറപ്പുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഉറപ്പെന്താ? ഒരൊറ്റ കാര്യം മാത്രമേ ഉറപ്പുള്ളൂ. ഉറപ്പ് കല്യാണ നിശ്ചയം ഉറപ്പുള്ള കാര്യമാണോ? ഇന്നും ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കേരളത്തിന്റെ വേദികളിൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആര് പ്രസംഗത്തിന് വിളിച്ചാലും ആര് വിളിച്ചില്ലെങ്കിലും എന്താ സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്. തട്ടമിട്ട എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പരിധി വിട്ടു പോവുകയാ, അതിര് വിട്ടു പോവുകയാ. ബ്രേക്ക് ഡാൻസ് കളിക്കാനും ഇന്ന് പെൺകുട്ടികൾ പേര് കൊടുക്കുകയാ. ആ പേരിൽ ഒരു പെണ്ണിന്റെ കല്യാണം പോലും മുടങ്ങിയത്രേ. ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞതാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ പെണ്ണ. ആ പെണ്ണ് കോളേജിൽ ചെന്നിട്ട് ശരീരത്തിന്റെ നഗ്നഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, നഗ്നത എന്ന് പറഞ്ഞാൽ പെണ്ണെ നിന്റെ ശരീരം മുഴുവനും നഗ്നത തന്നെയാണ്, ഒരു പുരുഷനെ പോലെയല്ലല്ലോ നീ, നിന്റെ ശരീരം മുഴുവനും നഗ്നതയാണ്. അപ്പൊ ചോദിക്കുന്നു, എന്താണ് മുഖവും മുൻകൈയും നഗ്നതയല്ലല്ലോ? അതേ, നഗ്നത തന്നെയാണ്. അത് എപ്പോഴാണ് നിങ്ങൾ
നിങ്ങൾക്ക് മുഖവും മുൻകൈയും നഗ്നതയല്ലാത്തത് അത് നമസ്കാരത്തിന് മാത്രമാണ്, അല്ലാത്തപ്പം അത് നഗ്നത തന്നെയാണ്. നിന്റെ ഒരു രോമം പോലെ നഗ്നതയാണ് പെങ്ങള്. ആ പെങ്ങന്മാരും നഗ്നത വെളിവാക്കിയിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോ ഏതോ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഇംഗ്ലീഷ് പാട്ടിന്റെയും ഹിന്ദി പാട്ടിന്റെയും അകമ്പടിയിലെ കൈകാലുകള് ചലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, കാലിന്റെ ചുവട് മാറ്റി വെക്കാൻ തുടങ്ങിയപ്പോ ഇന്നൊരു പെണ്ണിന്റെ വിവാഹം പോലും മുടങ്ങിപ്പോയത്രേ. എന്തുകൊണ്ടാണ്? ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടുകാര് പറഞ്ഞു, ഇങ്ങനത്തെ പെണ്ണാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത്രേ. അങ്ങനെ ആ പെണ്ണിന്റെ വിവാഹം മുടങ്ങിപ്പോയി. ആ വാപ്പാന് നെഞ്ചത്തെ വേദന എത്ര വലുതാണ്. കുറച്ചൊക്കെ വേദനിക്കേണ്ടിയിരിക്കുന്ന കാരണം എന്താ? മക്കൾ അടിഞ്ഞാടാ വിട്ടൂടല്ലോ. മക്കളെ നേരെ ഒരു കണ്ണ് വേണ്ടേ? ഒരു കണ്ണാണോ 1000 കണ്ണ് വേണ്ടേ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക്? ചിന്തിക്കും മുസ്ലിം ചെറുപ്പക്കാരാ. കല്യാണം പോലും ഉറപ്പുള്ള കാര്യമല്ല. ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ അത് ഒന്ന് മാത്രമാണ്. ഏതാ? അൽ മൗത്ത്. മരണം മാത്രമേ ഉറപ്പുള്ളൂ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂ. ഒരു സെക്കൻഡ്, ഒരു നിമിഷാർദ്ധം, ഒരു കണ്ണിമ വെട്ടുന്ന ആ സമയം പോലും മുന്തുകയോ പിന്തുകയോ ഇല്ല. ഏത് സെക്കൻഡാണോ പടച്ചവൻ നമുക്ക് വിധിച്ചിട്ടുള്ളത്, ആ സമയത്തിൽ നിന്ന് ഒരു 0% പോലും വിട്ടുപോകൂല. അതേ സമയത്ത് സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ യഖീൻ എന്ന് പറയുന്ന ഉറപ്പായ മരണം നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ ഇങ്ങ് വേണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം നിങ്ങളെ തേടിയെത്തുന്നത് വരെയോ നിങ്ങൾ ആ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കണമെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മോട് പറഞ്ഞ ആ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന പുണ്യമായ ഇബാദത്തുണ്ടല്ലോ, നമ്മുടെ ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ടല്ലോ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകമായ മഹമൂദായ സ്തുത്യർഹമായ ഒരു വികാരമുണ്ടല്ലോ. ആ വികാരം എന്റെ പ്രിയപ്പെട്ടവരെ ആളുകളെ പറയുമ്പോൾ പോകാനുള്ളതല്ല. ഇത് തീയിൽ കുരുത്തനാണ്, വെയിലത്തെ മാറാൻ പാടില്ല. ആളുകൾ 1000 വട്ടം തീവ്രവാദി എന്ന് വിളിക്കുമ്പോ എന്നാ പിന്നെ ദാടി അങ്ങ് വടിച്ചേക്കാ. ആളുകൾ തീവ്രവാദത്തിന്റെ നിറമായ തലയിലെ തൊപ്പിയെ പറയുമ്പോ എന്നാ തൊപ്പി അങ്ങ് മാറ്റിയേക്കാ. എടാ, നാണമില്ലേ നിനക്ക്? നിനക്ക് നാണമില്ലേ? അല്ല എന്താ പറഞ്ഞത്? ഇന്നക ഫൈനാ ഫസ്ദഅ ഫസ്ദഅ ബിമാ തുമറു വഅരിദ് അനിൽ മുശ്രികീൻ. സൂറത്തുൽ ഹിജ്റ തന്നെ ഈ പറഞ്ഞ ആയത്തിന് മുമ്പ് അല്ലാഹു പറഞ്ഞത് എന്താണ്? നീ ഉറക്കെ പറയുക. നീ ഉറക്കെ പറയുക. നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഉറക്കെ പറയുക. ലോകത്തോട് ഹക്ക് വിളിച്ചു പറയുക. ആരുടെയും സ്തുതികീർത്തനങ്ങളെ നോക്കണ്ട, ആരുടെയും പുകഴ്ത്തലുകളും ഇകഴ്ത്തലുകളും നോക്കണ്ട. കൽപ്പിക്കപ്പെട്ടത് ഉറക്കെ വിളിച്ചു പറയുക. ബഹുദൈവ വിശ്വാസികൾ എന്തോ പറയട്ടെ, അവരിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കുക. ഒരിക്കലും നിന്നെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട. നിനക്ക് ഞാനില്ലേടാ? പടച്ചവൻ ചോദിക്കുകയാ. നിങ്ങൾക്ക് കളിയാക്കുന്നവരിൽ നിന്ന് ഞാൻ പോരെ? ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലേ? അല്ലദീന യജഅലൂന മഅല്ലാഹി ഇലാഹൻ ആഖറ ഫസൗഫ യഅലമൂൻ. അവരെ പുറകെ അറിഞ്ഞുകൊള്ളും മുസ്ലിമേ. അവരെന്തോ പറയട്ടെ, എന്നിട്ട് അല്ലാഹു പറയുന്നു, വലഖദ നഅലമു അന്നക യളീഖു സദറക ബിമാ യഖൂലൂൻ. തീവ്രവാദി എന്ന് വിളിച്ചത്, ഭീകരവാദി എന്ന് വിളിച്ചത് എല്ലാം നിന്റെ ഹൃദയത്തിൽ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അല്ലാഹു പറയുകയാണ്, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് മോനെ. നിന്റെ ഹൃദയത്തിലുള്ള വേദനകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്ക്, ആളുകൾ എന്ത് വിളിച്ചാലും അവിടെ നിന്ന് നീ ചെയ്യേണ്ടത് നീ പറയണ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുമെടാ. അവനെ പോലെ നിന്നെ ആക്കാത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴടാ. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ
മരിക്കുന്നത് വരെയും നീ പടച്ചവനോടുള്ള ഇബാദത്തുകൾ പൂർത്തീകരിക്കുക. ആളുകളെ കളിയാക്കുന്നതിന്റെ പേരിൽ നീ മാറി നിൽക്കരുത്. അതുകൊണ്ട് ഇസ്തിഖാമത്തോടെ നീ മുന്നോട്ട് പോകണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യം കൂടി ഞാൻ പറയാം. ഇസ്തിഖാമത്ത് ഇത്രയും പറഞ്ഞല്ലോ, നബി തങ്ങളെ നരപ്പിച്ചതാണ്, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യമാണ്, നമ്മോടും അല്ലാഹു കൽപ്പിച്ചു. ഒരു ഘട്ടത്തിലും പിന്തിരിഞ്ഞു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ആഗ്രഹത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും ചെയ്ത കാര്യമാണിത്. മരിക്കുന്നത് വരെ നിലനിർത്തണം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ആ രണ്ട് വഴികളിലൂടെ ഞാൻ പറയാം, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ക്ഷീണിച്ചോ നിങ്ങൾ ക്ഷീണിച്ച? രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യോ. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യോ, ഇസ്തിഖാമത്ത് നിലനിൽക്കും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് അത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ ഇത് രണ്ട് ചെയ്താൽ ഇസ്തിഖാമത്ത് ഉണ്ടാകും എന്ന അറിവോടുകൂടി ചെയ്യും. അപ്പൊ അതിന്റെ മൂല്യം കൂടും. രണ്ട് കാര്യം അല്ലാഹു നമുക്കത് നിലനിർത്താനുള്ള തൗഫീഖ് തരട്ടെ. അതൊരു ചലഞ്ചായി ഏറ്റെടുക്കണം. എന്റെ ജീവൻ നിലനിൽക്കുന്നത് വരെ ഞാൻ അക്കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ, നാളെ നമ്മളെ അടക്കുന്ന ഇതുപോലത്തെ ഖബറിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി, നമ്മളോടൊരു സലാം പറയാൻ വേണ്ടി ബഹുദൂരം നാളുകൾ താണ്ടി നമ്മുടെ മുമ്പിലെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ കൊല്ലവും ഉറൂസ് നടത്തിയ പോരാ, നമ്മൾ ഉറൂസ് നടത്തപ്പെടുന്നവരായി ക്വാളിറ്റിയിലെത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇസ്തിഖാമത്ത് നിലനിൽക്കും. അത് അല്ലാഹു നമുക്ക് തരും. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താണെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇസ്തഖീമൂ, നിങ്ങൾ ഇസ്തിഖാമത്തുള്ളവരാവുക. നിങ്ങൾ നേരെ ചൊവ്വേ നിൽക്കുക, നിങ്ങൾ അടിയുറച്ച് നിൽക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? വഅലമു അന്ന ഖൈറ അഅമാലികുമുസ്സലാത്ത്. നിങ്ങൾ അറിയണേ, ഏറ്റവും ശ്രേഷ്ഠമായ അമല് നിസ്കാരമാണ്. നമസ്കാരം നമ്മൾ മുടക്കില്ല, നിസ്കാരം നമ്മൾ നിലനിർത്തും എന്നൊരു പ്രതിജ്ഞ എടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ട്, അത് കൂടുതൽ വിശദീകരിക്കണ്ട. നിസ്കാരം നമ്മൾ പണ്ട് പോലെ കേൾക്കുന്നത്, അത് നിലനിർത്താനുള്ള തൗഫീഖ് തരട്ടെ. രണ്ട്, അതാണ് പ്രധാനപ്പെട്ടത്. അപൂർവം ചില ആളുകൾ മാത്രമേ ചെയ്യുള്ളൂ. അത് രണ്ടാമത്തേത്. ആ കാര്യമേതാണ്? ശേഷം റസൂലുള്ളാഹി പറയുകയാണ്, വലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനൂൻ. ഏത് സമയത്തും വുളൂ നിലനിർത്തുന്നത് വിശ്വാസികൾ മാത്രമാണ്. വിശ്വാസികൾ മാത്രമാണ് വുളൂ നിലനിർത്തുന്നത്. ഇപ്പൊ ഇരിക്കുന്ന എത്ര പേർക്ക് വുളൂ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇശാ നിസ്കരിക്കാത്ത ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കൈ പൊങ്ങൂല. എല്ലാരും ഇശാ നിസ്കരിച്ചിട്ടാ വന്നത്. നീ അപൂർവം ചില കൈകൾ പൊങ്ങിയാലോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഈ ഇരിക്കുന്നവല്ല ആർക്കൊക്കെ വുളൂ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേരുടെ കൈ ഉണ്ടാവും? ആര് കൈയൊന്നും പൊക്കരുത്, അത് ഞാൻ പൊക്കം പറഞ്ഞില്ല. ആർക്കൊക്കെ വുളൂ ഉണ്ട്? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് വുളൂ ഉണ്ടോ? എന്നാൽ മുഅ്മിനീങ്ങൾ മാത്രമേ വുളൂ നിലനിർത്തുകയുള്ളൂ. അപ്പൊ നമ്മൾ ആരായിട്ടില്ല? മുഅ്മിനായിട്ടില്ല. ഇത് ഇമാം അഹ്മദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ചിന്തിക്കണം. അപ്പൊ ഇസ്തിഖാമത്ത്, നിങ്ങൾ ഇസ്തിഖാമത്തുള്ളവരാകണം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് നിസ്കാരം, രണ്ട് വുളൂ. ഈ നിസ്കാരം നിലനിർത്തുന്ന ഒരാൾക്ക് എപ്പോഴും 5 നേരം ഇങ്ങനെ റബ്ബിനെ ഓർത്തോർത്ത് 5 നേരം, ഇപ്പൊ സുബ്ഹിയാണ്, ഇപ്പൊ ളുഹറാണ്, ഇപ്പൊ അസ്റാണ്, ഇപ്പൊ മഗ്രിബാണ്, ഇപ്പൊ ഇശാണ് എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടാവും. അപ്പൊ അടിയുറച്ച് നിൽക്കാൻ പറ്റും അല്ലേ? അതുപോലെ എപ്പോഴും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന, എല്ലാ അർത്ഥത്തിലും ഇസ്തിഖാമത്ത് അടിയുറച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഇബാദത്താണ് വുളൂ. ആ വുളൂവോടുകൂടി എപ്പോഴും നിൽക്കണം. അപ്പോ കിടക്കാൻ നേരത്ത് വുളൂ എടുക്കൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ ന്യായമായിട്ട് ചോദിക്കും, ഉസ്താദേ വെറുതെ വെള്ളം കളയേണ്ട കാര്യമുണ്ടോ? വുളൂ എടുത്തിട്ട് ഭാര്യയുടെ അടുത്തല്ലേ പോയി കിടക്കുന്നത്? അപ്പൊ പിന്നെ ഇടയ്ക്ക് തലേണ വെച്ചിട്ട് കിടക്കാൻ പറ്റുമോ? അവളെ പുറത്തോടുമ്പോ വുളൂ പോകൂലേ? നീ വുളൂ സുബ്ഹി വരെ പിടിച്ചു നിർത്തണമെന്നല്ലല്ലോ അല്ലാഹു പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? വുളൂ എടുത്തിട്ട് കിടക്കണമെന്നാ പറഞ്ഞത്.
അപ്പൊ ആ ഒളു എടുത്തിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കലാണ് സുന്നത്ത്. അല്ലാതെ വെളുക്കുന്നത് വരെ ആ ഒളു ഇങ്ങനെ പോകാതെ വെച്ചോണ്ടിരിക്കണം എന്നുള്ളതല്ല. പിന്നെയോ ഒളുവോടുകൂടി നീ കിടക്കണം. അതാണ് ഇബാദത്ത്, അതാണ് ഇബാദത്ത്. അപ്പൊ നമ്മള് ഏതവസരത്തിലും ഒളു നമ്മൾ ദായിമാക്കിയാൽ പെട്ടെന്ന് ഓർമ്മ ഒരു കള്ളു കുടിക്കാൻ നേരത്തെ റബ്ബേ ഞാൻ ഒളൂലല്ലേ പടച്ചോനെ, എനിക്ക് എങ്ങനെ ഇത് പറ്റും? ദൂരേക്ക് വലിച്ചെറിയും. ഒരു ഹറാമായ കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് വ്യഗ്രതയിലാകുമ്പോ ഞാൻ ഒളൂലല്ലേ പടച്ചവനെ, ഇതിലേക്ക് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞിട്ട് അവ കൃത്യമായി അതിൽ നിന്ന് മാറി നിൽക്കും. അതാണ് ഇസ്തിഖാമത്തിന്റെ രണ്ടാമത്തെ വഴി ഒളു. അത് എപ്പോഴും ദായിമാക്കണം. ഒളുവോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് വലിയ ഒരു ഇബാദത്താണ് എന്റെ സഹോദരങ്ങളെ. ഒളുവോടുകൂടി നടക്കുമ്പോ ആരെന്തോ ചെയ്തോട്ടെ, ഞാൻ ഒളുവിലല്ലേ ഇപ്പം മരിച്ചാലും അൽഹംദുലില്ലാ. അപ്പൊ ഇസ്തിഖാമത്ത് നമുക്ക് കൂടും. അതുകൊണ്ട് ഇന്ന് മുതൽ ഇത്രയും ദൂരം കിലോമീറ്ററുകളോളം താണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു. അൽഹംദുലില്ലാ 2 മണിക്കൂറാകാൻ പോകുന്നു പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിൽ നിങ്ങൾ എനിക്ക് തരേണ്ടത് വേറെ എന്ത് തന്നാലും എനിക്ക് മുതലാവൂല. നിങ്ങൾ അങ്ങനെ തരാനും പാടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പറയുന്ന ഞാനോ കേൾക്കുന്ന പ്രസംഗിപ്പിച്ച സംഘാടകരോ ഇനി അതല്ല കേട്ട നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ ഈ ഒരു കാര്യം നിലനിർത്തിയാൽ എനിക്ക് അതുകൊണ്ട് കൃതാർത്ഥനായി. അൽഹംദുലില്ലാ. ഒളുവോടുകൂടി നമ്മൾ ജീവിക്കുക, ഏത് സമയത്തും ഒളു എടുക്കുക. ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറയട്ടെ. ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ബിലാൽ, ഏ ബിലാലെ, വിളിച്ചത് സുബഹിയുടെ സമയത്താണ്. സുബഹിയുടെ സമയത്താണ് വിളിച്ചു ചോദിക്കുന്നു, ബിലാൽ ഹദ്ദിഥിനി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം, നീ മുസ്ലിമായതിനു ശേഷം ചെയ്ത ഏറ്റവും നല്ല അമൽ ഏതാണ്? എന്താ നബിയെ നിങ്ങൾ ഇപ്പോ അങ്ങനെ ചോദിക്കുന്നത്? വെറുതെ അല്ല ബിലാലെ, ഇന്നി സമിഅതു ദഫൻ അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ മിഅ്റാജിന്റെ യാത്ര പോകുമ്പോ എന്റെ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കയറിയപ്പോ എന്റെ മുന്നിൽ നിന്റെ ചെരുപ്പിന്റെ വാറ് ശബ്ദം ഞാൻ കേട്ടു ബിലാൽ. എന്റെ മുമ്പിൽ നിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേട്ടു ബിലാലേ. അപ്പൊ ഏത് അമലാണ് നിന്നെ അവിടെ എത്തിച്ചത്? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് 3 പ്രത്യേകതയുണ്ട്. ഒന്ന്, അന്നീലം അതതഹറ തുഹൂറൻ ഇല്ലാ സല്ലൈതു, എപ്പോ ഒളുവെടുത്താലും ഞാൻ 2 റക്അത്ത് നമസ്കരിക്കും. എപ്പോ ഒളുവെടുത്താലും പെട്ടെന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. രണ്ടാമത്തേതോ, മാ അദ്ദനതു ഖത്ത് ഇല്ലാ സല്ലൈതു റക്അതൈനി, ഞാൻ ബാങ്ക് കൊടുക്കുന്ന ഡ്യൂട്ടിയുള്ള ആളല്ലേ, എപ്പോ ബാങ്ക് കൊടുത്താലും ഉടനെ 2 റക്അത്ത് നിസ്കരിക്കും. മൂന്നാമത്തേതോ, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. മൂന്നാമത്തേത് മഹാനവറുകൾ പറയുന്നു, മാ അസാബനി ഹദസുൻ ഖത്ത് ഇല്ലാ തവല്ലഅതു ഇൻദഹാ, എപ്പോ ഒളു പോയാലും പെട്ടെന്ന് ഞാൻ ഒളു എടുക്കുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒളു ഇല്ലാത്ത ഒരു സമയമില്ല. ഇതാണ് നബിയെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോ കാരുണ്യവാനായ കാരുണ്യത്തിന്റെ പ്രതീകൻ നബി തങ്ങൾ പറഞ്ഞു, ബിലാലേ, അത് തന്നെയാണ് കാരണം നിന്നെ സ്വർഗത്തിൽ എന്റെ മുന്നിലെത്തിച്ചത്. നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാന് സ്വർഗത്തിൽ കയറുമ്പോ കേട്ടു ബിലാലേ. അതിന്റെ കാരണം ഇത് തന്നെയാണ്, നീ ഒളുവില്ലാതെ നടന്നിട്ടില്ല ബിലാൽ. സഹോദരങ്ങളെ, നമുക്ക് കഴിയോ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണർച്ചയിലെല്ലാം ഉറക്കത്തിൽ ഒളു പോകും. എന്നാലും ഞാൻ എന്റെ ഉണർച്ചയിൽ മുഴുവനും ഏത് സമയത്തും അങ്ങ് സ്നാനം വരുത്തി, അങ്ങ് ശുദ്ധി വരുത്തി, ഒളുവോടുകൂടിയിട്ടേ ഞാൻ നടക്കൂ എന്ന ഒരു യഖീനായ ഒരു ഉറച്ച ഒരു തീരുമാനമേ സദസ്സിൽ നിന്ന് ഈ മഹാനായ സയ്യിദിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പോകാൻ കഴിയോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഖാമത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരുന്നതാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ.
ലോകം അവസാനിക്കുന്നത് വരെ ഓരോരുത്തരുടെയും ലോകം അവസാനിക്കുന്നത് ആരുടെ മരണത്തോടെയാണല്ലോ. അങ്ങനെ നമ്മൾ മരിക്കുന്നത് വരെയും ആ പരിശുദ്ധമായ അമലിലായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നവന്, സുമ്മസ്തഖാമൂ, ഇസ്തിഖാമത്തിൽ ജീവിക്കുന്നവന്, തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന സമയത്ത് മാലാഖമാരെ കടന്നു വരുമെന്ന് ഈ കർണാടകയിലെ, ഈ ദക്ഷിണ കന്നഡയിലെ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ആഖിറത്തിലെ വിഷയത്തെ ഓർത്തിട്ട് ഭയപ്പെടണ്ട, അവിടെ നിങ്ങൾക്കൊന്നും വരൂല. വലാ തഹ്സനൂ, ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന പൊന്നുമക്കളും ഭാര്യയും നിങ്ങളുടെ സ്വത്തും സമ്പാദ്യവും ഒന്നിനെ പറ്റിയും നിങ്ങൾക്ക് ദുഃഖം വേണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമത്രേ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു കരുതി വെച്ചിരിക്കുന്ന സ്വർഗ്ഗം നിങ്ങളോട് സുവിശേഷം അറിയിക്കുകയാണ്, സന്തോഷിച്ചുകൊള്ളൂ എന്ന് അല്ലാഹുവിന്റെ മാലാഖമാര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് മരിക്കുന്ന സമയത്ത് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിന് വേണ്ടത് ഈമാനോടൊപ്പം ഇസ്തിഖാമത്താണ്. അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഈമാൻ, ആ ഈമാന്റെ തൊട്ടു പിന്നിൽ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാര്യമാണ് ഖുൽ ആമന്തു ബില്ലാഹ്, നീ മുഅ്മിനാണെന്ന് പറ, പിന്നെ അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.